വിസയുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ തീയതികൾക്കായി മാസങ്ങളോളം കാത്തിരിക്കുന്ന മലയാളികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിസ ഇന്റർവ്യൂവിനുള്ള നീണ്ട കാത്തിരിപ്പ് കുറച്ച് വളരെ വേഗത്തിൽ അപ്പോയിന്റ്മെന്റ് ലഭ്യമാക്കാൻ $750 അധിക ഫീസ് നൽകി ഫാസ്റ്റ് ട്രാക്ക് സൗകര്യം ഉപയോഗിക്കാവുന്ന ഒരു പുതിയ പൈലറ്റ് പ്രോഗ്രാം അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഏകദേശം 63,000 ഇന്ത്യൻ രൂപ അധികമായി നൽകിയാൽ ചില രാജ്യങ്ങളിൽ 10 ബിസിനസ് ദിവസങ്ങൾക്കുള്ളിൽ വിസ ഇന്റർവ്യൂ സ്ലോട്ട് ലഭ്യമാകാൻ സാധിക്കും. എന്നാൽ ഇന്ത്യക്കാരും പ്രവാസി മലയാളികളും ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സൗകര്യം ഇന്ത്യയിലെ US എംബസികളിലും കോൺസുലേറ്റുകളിലും ലഭ്യമാണോ? ഇന്ത്യയിൽ നിന്ന് അമേരിക്കൻ വിസയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് ഈ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഉപയോഗിക്കാനാകുമോ? ഈ പുതിയ പദ്ധതിയുടെ മുഴുവൻ വിവരങ്ങളും ഇന്ത്യയിലെ നിലവിലെ സാഹചര്യവുമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ $750 ഫാസ്റ്റ് ട്രാക്ക് സൗകര്യം ഉപയോഗിക്കാനാകുന്നത്? അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ടെമ്പററി ഫൈനൽ റൂൾ പ്രകാരം പ്രധാനമായും B1, B2 വിസിറ്റർ വിസ അപേക്ഷകർക്കാണ് ഈ സൗകര്യം ലഭ്യമാകുന്നത്. B1 വിസ സാധാരണയായി ബിസിനസ് ആവശ്യങ്ങൾക്കായും B2 വിസ വിനോദസഞ്ചാരം, കുടുംബാംഗങ്ങളെ സന്ദർശിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. നിലവിലെ സാധാരണ നടപടിക്രമത്തിൽ അപേക്ഷകൾ ആദ്യം $185 MRV വിസ ഫീസ് അടച്ച് വിസ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം. ഇതിനുശേഷം അപേക്ഷിക്കുന്ന US എംബസിയിലോ കോൺസുലേറ്റിലോ പെയ്ഡ് എക്സ്പെഡിറ്റ് സൗകര്യം ലഭ്യമാണെങ്കിൽ അധികമായി $750 അടച്ച് വേഗത്തിലുള്ള ഇന്റർവ്യൂ സ്ലോട്ട് തിരഞ്ഞെടുക്കാം. ഈ ഫാസ്റ്റ് ട്രാക്ക് സൗകര്യത്തിലൂടെ 10 ബിസിനസ് ഡേയ്സിനുള്ളിൽ ഇന്റർവ്യൂ തീയതി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇന്ത്യ ഈ പൈലറ്റ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ്. അതായത് ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലെ US എംബസിയിലും കോൺസുലേറ്റുകളിലും B1, B2 വിസ ഇന്റർവ്യൂവിനായി കാത്തിരിക്കുന്നവർക്ക് ഇപ്പോൾ ഈ $750 ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻ ഉപയോഗിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ നിന്നുള്ള B1, B2 വിസ അപേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലായതും നിലവിലുള്ള വിസ വെയിറ്റിംഗ് പീരീഡും ഇതിന് പ്രധാന കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിലവിൽ മെക്സിക്കോ, കാനഡ, കൊളംബിയ, ഗൊട്ടമാല, ഹോണ്ടുറോസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ചില US എംബസികളിലാണ് ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത്. പ്രവാസി മലയാളികൾക്ക് ഇത് എന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത്? നമുക്ക് നോക്കാം. അമേരിക്കയിൽ താമസിക്കുന്ന നിരവധി പ്രവാസി മലയാളികൾ അവരുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും B1, B2 വിസിറ്റർ വിസ വഴി അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇന്ത്യയിലെ വിസ ഇന്റർവ്യൂവിനായി നീണ്ട കാത്തിരിപ്പ് പല കുടുംബങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാണ്. അടിയന്തരമായി അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് $750 അധികം നൽകി 10 ദിവസത്തിനുള്ളിൽ ഇന്റർവ്യൂ ലഭിക്കുന്ന സംവിധാനം ഇന്ത്യയിലും ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു ആശ്വാസമായേനെ. പക്ഷേ നിലവിൽ ഇന്ത്യ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് അപേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. $750 അടച്ചാൽ വിസ ഉറപ്പാണോ എന്നതാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ $750 ഫീസ് അടയ്ക്കുന്നത് വിസ ലഭിക്കുന്നതിനുള്ള ഫീസ് അല്ല. ഇത് ഇന്റർവ്യൂ തീയതി വേഗത്തിൽ ലഭിക്കുന്നതിനുള്ള അധിക ഫീസ് മാത്രമാണ്. വിസ അപേക്ഷയിലെ സാധാരണ നടപടിക്രമങ്ങൾ അതേപോലെ തന്നെ തുടരും. അപേക്ഷകന്റെ വിസ യോഗ്യത, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, സെക്യൂരിറ്റി പരിശോധന തുടങ്ങിയവ സാധാരണ രീതിയിൽ തന്നെ നടക്കും. അതുകൊണ്ട് $750 അടച്ചാൽ വിസ ഉറപ്പാക്കുമെന്ന് കരുതരുത്. ഇനി അടുത്ത ചോദ്യം, $750 ഫീസ് റീഫണ്ട് ചെയ്യുമോ എന്നതാണ്. എന്നാൽ ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ $750 ഫാസ്റ്റ് ട്രാക്ക് ഫീസ് നോൺ റീഫണ്ടബിൾ ആണ്. ഇന്റർവ്യൂവിൽ വിസ നിരസിച്ചാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് നിശ്ചിത തീയതിയിൽ ഇന്റർവ്യൂവിന് ഹാജരാകാൻ സാധിക്കാതിരുന്നാലും ഈ തുക തിരികെ ലഭിക്കില്ല. വീണ്ടും പുതിയ ഫാസ്റ്റ് ട്രാക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ഫീസ് നൽകേണ്ടി വരാം. ഈ പദ്ധതിയിൽ മറ്റൊരു പ്രധാന നിബന്ധന കൂടിയുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് സ്ലോട്ടുകൾ സിസ്റ്റത്തിൽ ലഭിക്കുമ്പോൾ വളരെ വേഗത്തിൽ ബുക്കിംഗ് പൂർത്തിയാക്കേണ്ട സാഹചര്യം ഉണ്ടാകും. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന നടപടിക്രമ പ്രകാരം സ്ലോട്ട് ലഭ്യമായ ശേഷം ഏകദേശം 10 മിനിറ്റിനുള്ളിൽ ഫീസ് അടച്ച് ബുക്കിംഗ് പൂർത്തിയാക്കേണ്ടി വരാം. അല്ലെങ്കിൽ ആ സ്ലോട്ട് മറ്റൊരു അപേക്ഷകന് ലഭിച്ചേക്കാം. അതുകൊണ്ട് ഈ സൗകര്യം ലഭിക്കുന്ന രാജ്യങ്ങളിലെ അപേക്ഷകർ സമയപരിധി പ്രത്യേകം ശ്രദ്ധിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ നൽകുന്ന എമർജൻസി എക്സ്പെഡിറ്റ് അപ്പോയിന്റ്മെന്റ് സംവിധാനവും ഇതോടൊപ്പം തുടരും. മാനസിക പരിഗണന ആവശ്യമായ സാഹചര്യങ്ങൾ, അടിയന്തര വൈദ്യസഹായം തുടങ്ങിയ പ്രത്യേക സാഹചര്യങ്ങളിൽ അപേക്ഷകർക്ക് നിലവിലുള്ള നടപടിക്രമം പ്രകാരം എമർജൻസി അപ്പോയിന്റ്മെന്റ് ആവശ്യപ്പെടാം. ഇതിന് $750 ഫാസ്റ്റ് ട്രാക്ക് സംവിധാനവുമായി വ്യത്യാസമുണ്ട്. നിലവിൽ ഈ പൈലറ്റ് പ്രോഗ്രാമിന്റെ കാലാവധി 2026 ഡിസംബർ 31 വരെ എന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും മാസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ സംവിധാനം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ ഇന്ത്യയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്.
ഇന്ത്യയിലെ US എംബസിയിലും കോൺസുലേറ്റുകളിലും ഈ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ആരംഭിക്കുന്നതായി ഔദ്യോഗിക അറിയിപ്പ് വരുന്നതുവരെ ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകർക്ക് നിലവിലുള്ള വിസ അപ്പോയിന്റ്മെന്റ് നടപടിക്രമങ്ങൾ തന്നെയാണ് പിന്തുടരേണ്ടത്. ഇന്ത്യ നിലവിൽ ഈ പൈലറ്റ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നത് വീണ്ടും ഓർക്കണം. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കൻ വിസിറ്റർ വിസയ്ക്ക് അപേക്ഷിക്കുന്ന മലയാളികൾ ഇപ്പോൾ ഈ $750 അടച്ച് ഈ ഫാസ്റ്റ് ട്രാക്ക് സൗകര്യം ലഭിക്കുമെന്ന് കരുതി പണം നൽകേണ്ടതില്ല. ഇന്ത്യയിൽ ഈ സംവിധാനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് വരുന്നതുവരെ കാത്തിരിക്കുക. വിസ സംബന്ധമായ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ബന്ധപ്പെട്ട US എംബസി കോൺസുലേറ്റിന്റെയും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ആശ്രയിക്കുക. അമേരിക്കൻ വിസ, ഇമിഗ്രേഷൻ, പ്രവാസി വാർത്തകൾ എന്നിവയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വേഗത്തിൽ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.